വെൽക്കം ടു ഷിദാസ് ടോക്ക്. ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിൻ്റെ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന പാഠഭാഗത്തിലുള്ള കുറച്ച് ആക്ടിവിറ്റീസാണ്. പ്രധാനമായും റൈറ്റപ്പ്, അതേപോലെ തന്നെ അതിലുള്ള ഒരു കോൺവെർസേഷൻ സ്കിറ്റിൻ്റെ സ്ക്രിപ്റ്റ്, പിന്നെ ദ സ്ക്രീം എന്ന പിക്ചറിൻ്റെ ആൻസേഴ്സ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിന് മുമ്പുള്ള, ഇപ്പോൾ നമ്മൾ റൈറ്റപ്പാണ് എഴുതാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പുള്ള ക്യാരക്ടർ സ്കെച്ച്, ഡയറി എൻട്രി, ന്യൂസ് റിപ്പോർട്ട് ഇതൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ദ ഓൾഡ് മാൻ ഈസ് ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി വാരിയസ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ദിസ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് ഹ്യൂമൻ നേച്ചർ. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബിലോ. അപ്പം നമ്മൾ ഇതിലുള്ള ഓരോ ക്യാരക്ടറും ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു നമ്മുടെ ഓൾഡ് മാനോട് ആ ഒരു മനോഭാവം ഉണ്ടായിരുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ ഒരു ബോക്സിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒന്ന് ബോക്സ് ഫില്ല് ചെയ്തതിന് ശേഷം റൈറ്റപ്പ് എഴുതി നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് പെലായോ അല്ലേ? പെലായോ, എലിസണ്ട, നെയ്ബർ വുമൻ, ക്രൗഡ്, ഡോക്ടർ, ചൈൽഡ്, ഇത്രയാണ് ക്യാരക്ടർ കൊടുത്തത്. അവരിത് നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ എന്താ? ഇൻസ്റ്റൻസ് ഫ്രം ദ സ്റ്റോറി ഓൺ ഹൗ ദേ ട്രീറ്റ് ദ ഓൾഡ് മാൻ. ആ ഓൾഡ് മാൻ എങ്ങനെയൊക്കെയാണ് അവർ ട്രീറ്റ് ചെയ്തത് എന്നാണ് നമ്മൾ ആ ഒരു ബോക്സിൽ എഴുതേണ്ടത്. അടുത്ത ബോക്സിൽ ആറ്റിറ്റ്യൂഡ് ടു ദ ഓൾഡ് മാൻ, ഓൾഡ് മാനോടുള്ള അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഫസ്റ്റ് പെലായോടെ ഇത് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പെലായോയും ആ ഓൾഡ് മാനുമായിട്ടുള്ള ആ ഒരു ഇൻസ്റ്റൻസ് എന്തൊക്കെയാണ് നമ്മൾ പറയുക? ഇൻസ്റ്റൻസ് ഫ്രം ദ സ്റ്റോറി ഓൺ ഹൗ ദേ ട്രീറ്റ് ദ ഓൾഡ് മാൻ. അപ്പോൾ പെലായോടെ നമുക്ക് എന്തൊക്കെ പറയാം? ഫൈൻഡ്സ് ദ ഓൾഡ് മാൻ ലൈയിങ് ഇൻ ദ മഡ്, ലോക്സ് ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ്, charges each visitors 5 cents to see him, later ignores him. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പെലായുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ ഒരു ഓൾഡ് മാനുമായിട്ടുള്ള ആ ഒരു ഇൻസ്റ്റൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിലൊക്കെ നമുക്ക് ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ് പറയാൻ പറ്റുക? ഫിയർഫുൾ അറ്റ് ഫസ്റ്റ്, ദെൻ ഗ്രീഡി, ലേറ്റർ ഇൻഡിഫറൻറ്റ്. ആ രീതിയിൽ നമുക്ക് പെലായെക്കുറിച്ച് നമുക്ക് എഴുതാം. ഇനി എലിസൻ്റെയെ കുറിച്ച് നമുക്ക് എന്താ പറയാൻ വേണ്ടി പറ്റുക? അതിൽ എന്തൊക്കെ ഇൻസ്റ്റൻസ് ആണ് നമുക്ക് എലിസൻ്റെ ആയിട്ടുള്ളത് പറയാൻ പറ്റുക? സപ്പോർട്ട്സ് പെലായോസ് ആക്ഷൻസ്, സീസ് ദ ഓൾഡ് മാൻ ആസ് എ ബേർഡൻ, ഫീൽസ് റിലീവ്ഡ് വെൻ ഹി ഫ്ലൈസ് എവേ. അപ്പോൾ അവിടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് എലിസൻ്റെക്ക് ആ ഒരു ഓൾഡ് മാനോടുള്ള ആറ്റിറ്റ്യൂഡ് പ്രാക്ടിക്കൽ, സെൽഫിഷ്, റിലീവ്ഡ് അറ്റ് ദ എൻഡ്. ഇനി നെയ്ബർ വുമൺ, അവിടെ നമുക്ക് എന്തൊക്കെ ഇൻസ്റ്റൻസ് എന്തൊക്കെയാണ് പറയാൻ പറ്റുക? believes he is an angel sent for their child, then probably spreads the news in the village. അപ്പോൾ അവിടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് പറയാൻ പറ്റുക സൂപ്പർസ്റ്റീഷ്യസ് ആണ്, എക്സൈറ്റഡ് അബൌട്ട് ദ അറൈവൽ ഓഫ് ദി ഏഞ്ചൽ. ആ രീതിയിൽ നമുക്ക് പറയാം. ഇനി നെക്സ്റ്റ് ആരതാണ്? നെക്സ്റ്റ് ഡോക്ടർ അല്ലേ? സോറി, അതിൻ്റെ മുകളിൽ ക്രൗഡ് ഉണ്ട്. ഓക്കെ, ക്രൗഡിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക? treats him like a circus animal, provokes him, plucks his feathers, shows no compassion. And attitude to the old man എന്താ പറയുക? curious, cruel and disrespectful അല്ലേ? അവർക്ക് ആ ക്രൗഡിന് നമ്മുടെ ഓൾഡ് മാനോടുള്ള ആറ്റിറ്റ്യൂഡ്. ഇനി ഡോക്ടറുമായിട്ടുള്ള ആ ഒരു ഇൻസ്റ്റൻസ് എന്താ പറയുക? ഫൈൻഡ്സ് ദ ഓൾഡ് മാൻസ് വിങ്സ് നാച്ചുറൽ ബട്ട് സ്ട്രേഞ്ച്. ഇനി ആറ്റിറ്റ്യൂഡ് shows scientific curiosity, emotionally detached. നെക്സ്റ്റ് ചൈൽഡ്, ചൈൽഡിൻ്റെ ആ ഒരു ഇൻസ്റ്റൻസ് ഫ്രം ദ സ്റ്റോറി ഓൺ ഹൗ ദേ ട്രീറ്റ് ദ ഓൾഡ് മാനിൽ നമുക്ക് എഴുതാൻ പറ്റുക ബിക്കംസ് ഫിയർലെസ് ഓഫ് ദ ഓൾഡ് മാൻ, പ്ലേസ് അറൗണ്ട് ഹിം, ക്യാച്ചസ് ചിക്കൻ ബോക്സ് ടുഗദർ വിത്ത് ദ ഓൾഡ് മാൻ. ആറ്റിറ്റ്യൂഡ് ഇന്നസെൻറ്റ്, ആക്സെപ്റ്റിംഗ്, ലേറ്റർ ഇൻഡിഫറൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ എഴുതാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇതിൽ നമ്മുടെ ടെക്സ്റ്റിലേക്ക് ഡയറക്റ്റ് നമ്മൾ എഴുതുന്ന സമയത്ത് അതിലുള്ള ഏതെങ്കിലും ഒന്ന് എഴുതിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ അത് വിശദമായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒരു നോട്ടിൽ എഴുതി വെക്കുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, now prepare a write up on the basis of above table
about the attitude of society to the weak and the vulnerable and the need for compassion and kindness. ഓക്കെ, നമുക്ക് ഇനി ഈ ഒരു ടാബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ടാബിളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റൈറ്റപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഒരു റൈറ്റപ്പ് നമ്മൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും അതിനൊരു ഹെഡിങ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലെസൻ്റെ നെയിം തന്നെ ഒരു ഹെഡിങ് ആക്കിയിട്ട് കൊടുക്കാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. A very old man with enormous wings by Gabriel Garcia Marquez is a unique short story that blends reality and fantasy, making us reflect on human nature, faith and cruelty. Gabriel Garcia Marquezന്റെ A Very Old Man with Enormous Wings എന്ന ചെറുകഥ റിയാലിറ്റിയെയും ഫാൻറ്റസിയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു അതുല്യ ഷോർട്ട് സ്റ്റോറിയാണ് അല്ലേ. മേക്കിംഗ് അസ് റിഫ്ലക്റ്റ് ഓൺ ഹ്യൂമൻ നേച്ചർ, ഫെയ്ത്ത് ആൻഡ് ക്രൂവൽറ്റി അതും കൂടെ ആ ഒരു സെൻറ്റൻസിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് വരിക, മനുഷ്യരുടെ ഹ്യൂമൻ നേച്ചർ മീൻസ് മനുഷ്യരുടെ സ്വഭാവം അല്ലേ, മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ ഫെയ്ത്ത് വിശ്വാസം, അവരുടെ വിശ്വാസതയും ക്രൂരതയെക്കുറിച്ചൊക്കെ നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചെറുകഥയാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് enormous wings. The story is an example of magical realism where something magical occurs in an ordinary setting, making the unbelievable seem real. അപ്പോൾ ഈ ഒരു കഥ എന്ന് പറയുന്നത് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് മാജിക്കൽ റിയലിസം എന്ന ജോണറിൽപ്പെട്ട എന്ന രചനാ രീതിയിൽപ്പെട്ടതിന് ഒരു ഉദാഹരണമാണ് അല്ലേ. അപ്പോൾ ഈ മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ എന്താ, ഓൾറെഡി നമ്മുടെ മുംബൈയിലുള്ള വീഡിയോകളിലൊക്കെ ഈ മാജിക്കൽ റിയലിസം എന്താണെന്ന് വളരെ വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ പശ്ചാത്തലത്തിൽ മാന്ത്രികമായ മാജിക്കൽ ആയിട്ടുള്ള എന്തോ ഒന്ന് സംഭവിക്കുകയും അവിശ്വസനീയമായ ആ ഒരു കാര്യം യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ആ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ആസ് പെലായോ വാസ് റിട്ടേണിംഗ് ടു ഹിസ് ഹൗസ് ഹി നോട്ടീസ് സംതിങ് മൂവിങ് ഇൻ ദ മഡ്. അപ്പോൾ അടുത്ത ആ ഒരു കഥയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആദ്യം കഥ എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ആ ഒരു റൈറ്റപ്പ് എഴുതുമ്പം ഒരു ആ കഥയുടെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ ഉൾക്കൊള്ളിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു കഥയുടെ സ്റ്റാർട്ടിങ് പോലെ തന്നെ പോവുകയാണ്. പെലായോ തൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ചെളിയിൽ എന്തോ നീങ്ങുന്നത് പെലായോ ശ്രദ്ധിച്ചു. ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്, അതിൻ്റെ സെൻറ്റൻസ് കൂടെ വായിച്ചിട്ട് മീനിങ് പറയാം. എ മാൻ വാസ് ലേയിങ് ഫേസ് ഡൗൺ സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് അപ്പ്, ഹിസ് എനോർമസ് വിങ്സ് വേയിങ് ഹിം ഡൗൺ. അപ്പോൾ ആ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്, മുഖം താഴ്ത്തി കിടക്കുകയായിരുന്നു. അയാൾ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാടുപെടുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് അയാൾക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തത്, അവരുടെ ആ ഒരു വലിയ ചിറകുകളുടെ ഭാരം കൊണ്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, എഴുന്നേൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. Frightened by the sight, Pelayo ran to get his wife Elisenda. അപ്പോൾ ഇത് കണ്ട് ഭയന്ന പെലായോ എന്ത് ചെയ്തു, ഭാര്യയായ എലിസന്റയെ കൂടി അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയി. The man was Pelayo ran to his wife Elisenda. When Pelayo and Elisenda spoke to him, he responded in an incomprehensible language. They concluded that he was a lonely castaway from a foreign ship. അപ്പോൾ പെലായോയും എലിസന്റെയും അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ തിരിച്ച് മറുപടി പറയുന്നത്, അയാൾ റെസ്പോണ്ട് ചെയ്യുന്നത് ഒരു ഇൻകോംപ്രിഹെൻസിബിൾ ലാംഗ്വേജ് ആണ്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒരു ഭാഷയിലാണ് അയാൾ എന്ത് ചെയ്യുന്നത്, മറുപടി പറയുന്നത്. ദേ കൺക്ലൂഡഡ് ദാറ്റ് ഹി വാസ് ലോൺലി കാസ്റ്റവേ ഫ്രം എ ഫോറിൻ ഷിപ്പ്. അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു വിദേശ കപ്പലിൽ നിന്നും കപ്പൽ തകർന്ന് രക്ഷപ്പെട്ടെത്തിയ ഒരു കാസ്റ്റവേ ആണ് എന്നുള്ള ഒരു അനുമാനത്തിൽ എത്തിച്ചേരുകയാണ്. ഹൗഎവർ എ നെയ്ബർ വുമൺ ഇൻസിസ്റ്റഡ് ദാറ്റ് ഹി വാസ് എൻ ഏഞ്ചൽ. പക്ഷേ ആ ഒരു നെയ്ബർ വുമൺ അല്ലെ, ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യം നെയ്ബറോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ഓൾഡ് മാൻ വന്നത്. അപ്പോൾ ആ നെയ്ബർ വുമൺ, ആ അയൽവാസിയായ സ്ത്രീ എന്ത് തറപ്പിച്ച് പറയുകയാണ്, ഇത് ഒരു ഏഞ്ചലാണ്.
By morning, the entire village had gathered outside. അങ്ങനെ തൊട്ടടുത്ത ദിവസം രാവിലെ ആകുമ്പോഴേക്കും ആ വില്ലേജിലുള്ള എല്ലാ ആൾക്കാരും ഇവരുടെ വീട്ടിന് മുമ്പിൽ തടിച്ചു കൂടിയിരിക്കുകയാണ്. ഗ്യാദർ മീൻസ് അസംബിൾ ചെയ്യുക, വീട്ടിന് ചുറ്റും തടിച്ചു കൂടുക. പീപ്പിൾ പോക്ഡ് അറ്റ് ഹിം ആൻഡ് ത്രൂ ഫുഡ് അറ്റ് ഹിസ് ഫീറ്റ് എക്സ്പെക്ടിങ് ഹിം ടു പെർഫോം സം കൈൻഡ് ഓഫ് മിറാക്കിൾ. അപ്പോൾ അവിടെ തടിച്ചു കൂടിയ ആൾക്കാരൊക്കെ ഈ ഒരു ഓൾഡ് മാനെ പല വിധത്തിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഫുഡ് അയാൾക്ക് നേരെ വലിച്ചെറിയുന്നുണ്ട്, അയാളെ കുത്തുന്നുണ്ട്, അയാളെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു വിങ്ഡ് ഉള്ള ഈ ഒരു മനുഷ്യൻ അല്ലെ, അയാൾക്ക് എന്തെങ്കിലും അത്ഭുത കഴിവുകൾ ഉണ്ടാവുന്ന ജനങ്ങൾ എന്ത് ചെയ്യാണ്, വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ അത്ഭുതങ്ങൾ കാണിക്കാൻ, അയാൾ അവിടെ നിന്നും എഴുന്നേറ്റ് ആ അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടി അയാളെ പല രീതിയിലും ആ ഓൾഡ് മാനെ അവിടെ കൂടി നിന്ന ജനങ്ങൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. But the old man hardly reacted, only looking at them with tired eyes. പക്ഷേ ഇവർ ഏത് രീതിയിൽ പ്രകോപിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഓൾഡ് മാൻ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചു യാതൊരു വിധത്തിലും റിയാക്ട് ചെയ്യുന്നില്ല. വളരെ ക്ഷീണിതമായ ആ കണ്ണുകളിലൂടെ അവരെ ജസ്റ്റ് നോക്കി നിൽക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. Seeing an opportunity, Pelayo and Elisenda decided to fence in the yard and charge 5 cents for admission to see the angel. ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാൻ വരുമ്പോൾ കിട്ടിയ അവസരം മുതലാക്കി പെലായോയും എലിസൻ്റെയും എന്ത് ചെയ്യാൻ തുടങ്ങി, ആ വീട്ടിനൊരു ഫെൻസൊക്കെ കെട്ടി ഈ ഓൾഡ് മാനെ കാണാൻ വരുന്നവരിൽ നിന്നും 5 cents ഫീസ് ഈടാക്കി. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ഫിൽഡ് ദെയർ ഹൗസ് വിത്ത് മണി. ഒരാഴ്ച കൊണ്ട് തന്നെ അവരുടെ വീട് പണം കൊണ്ട് നിറഞ്ഞു. Over time, people lost interest in the old man when a spider woman arrived in the village. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ജനങ്ങൾക്ക് ഈ ഓൾഡ് മാനിലുള്ള താല്പര്യം കുറഞ്ഞു. കാരണം അവിടെ പുതുതായിട്ട് വേറെ എന്തു വന്നു, ഒരു സ്പൈഡർ വുമൺ അവതരിച്ചു, വേറൊരു മിറാക്കിൾ അവിടെ ആ വില്ലേജിൽ എത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ഓൾഡ് മാനിലുള്ള ആ ഒരു താല്പര്യം ജനങ്ങൾക്ക് കുറഞ്ഞു. Once his popularity fades and the income stops, the couple see him only as a burden and ignore him. അങ്ങനെ അയാളുടെ ആ ഒരു പോപ്പുലാരിറ്റി അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഇൻകവും എന്ത് ചെയ്തു, നിലച്ചു അല്ലെ. അതോടുകൂടി ആ കപ്പിൾ, അതായത് ആ ദമ്പതികൾ പെലായോയും എലിസൻ്റെയും, അവർക്ക് ഈ ഒരു ഓൾഡ് മാൻ ഒരു ഭാരമായി തുടങ്ങി. അവരതിനെ അവഗണിക്കാൻ തുടങ്ങി. കാരണം അതിൽ നിന്നും അവർക്ക് ഇപ്പം എന്ത് കിട്ടുന്നില്ല, ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. ആൾക്കാരൊന്നും എന്ത് കാണാൻ വേണ്ടി വരുന്നില്ല, ഓൾഡ് മാനെ കാണാൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അതിനെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഈവൻ ദ ഡോക്ടർ ഇൻസ്റ്റെഡ് ഓഫ് ഫീലിംഗ് പിറ്റി ഷോസ് ഓൺലി എ കോൾഡ് ക്യൂരിയോസിറ്റി അബൌട്ട് ദ വിങ്സ്. ഇയാൾക്കും ഇവരുടെ കുട്ടിക്കും ചിക്കൻ ബോക്സ് പിടിപെട്ടപ്പോൾ അവിടെ ഡോക്ടർ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഡോക്ടറും ആ ഒരു അയാളോടൊരു ദയ കാണിക്കുന്നതിന് പകരം അല്ലെ, അയാളോടൊരു ദയയുള്ള ഒരു ഫീലിംഗ്, ആ ഒരു പിറ്റി, സഹതാപം കാണിക്കുന്നതിന് പകരം ആ ഡോക്ടറും ഈ ഒരു ഓൾഡ് മാന്, ഈ ഒരു മനുഷ്യരൂപത്തിന് എങ്ങനെയോ ഒരു വിങ്സ് വന്നു എന്നുള്ള ആ ഒരു ജിജ്ഞാസ മാത്രമായിരുന്നു പ്രകടിപ്പിച്ചിരുന്നത്. ഓൺലി ദ ചൈൽഡ് ഷോസ് പ്യുവർ കൈൻഡ്നസ് playing with the old man without any selfish motive. ആ ഒരു കുട്ടിക്ക് മാത്രം, അവിടെ ഇവരുടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അല്ലെ, ആ ഒരു കുട്ടി മാത്രമായിരുന്നു പ്യുവർ ആയിട്ടുള്ള ആ ഒരു ദയാവായ്പ് അല്ലെങ്കിൽ ആ ഒരു കൈൻഡ്നസ് ആ ഓൾഡ് മാനോട് കാണിച്ചിരുന്നത്. പ്ലേയിങ് വിത്ത് ദ ഓൾഡ് മാൻ വിത്തൗട്ട് എനി സെൽഫിഷ് മോട്ടീവ്. സ്വാർത്ഥമായ യാതൊരു താല്പര്യങ്ങളും ഇല്ലാതെയായിരുന്നു ആ കുട്ടി ആ കോഴിക്കൂട്ടിൽ പോയിട്ട് ആ ഓൾഡ് മാനുമായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. Eventually, after many years, the winged man slowly recovered. One day he flew away, leaving behind the people who once captured him. ഒടുവിൽ ആ കഥയുടെ അവസാനം നമ്മൾ എന്ത് കാണുന്നുണ്ട്, ആ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ വിങ്ഡ് മാൻ, ആ ചിറകുള്ള മനുഷ്യൻ പതുക്കെ റിക്കവറായി, അതായത് ആ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ മാറി അയാൾ പറന്നു പോകുന്നുണ്ട് അല്ലെ. ഒരു ദിവസം പറന്നു പോകുന്നുണ്ട്. അവരെ പിടികൂടിയ ആളുകളെയൊക്കെ ഉപേക്ഷിച്ച്, അതായത് പെലായോയെയും എലിസൻ്റെയൊക്കെ ഉപേക്ഷിച്ച് കൊണ്ട് പറന്ന് പോകുന്നത് നമ്മൾ ആ കഥയിൽ ഒടുവിൽ കാണുന്നുണ്ട്. ഇനി അടുത്ത ഒരു പാരഗ്രാഫായിട്ട് അതിൽ നമ്മൾ മനസ്സിലാക്കിയ കഥയുടെ ഒരു നമ്മുടേതായ ഒരു പോയിന്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാം. ദ സ്റ്റോറി പോയിന്റ്സ് എ സാഡ് പിക്ചർ ഓഫ് ഹ്യൂമൻ നേച്ചർ ഫുൾ ഓഫ് സെൽഫിഷ്നെസ്, ഗ്രീഡ് ആൻഡ് എപ്പതി.
ഈ ഒരു സ്റ്റോറിയിൽ മുഴുവനും പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നമ്മുടെ മനുഷ്യരുടെ സ്വഭാവമായ സെൽഫിഷ്നെസ് അല്ലെ, സ്വാർത്ഥത, ഗ്രീഡ്, ആർത്തി, എപതി, നിസ്സംഗത അല്ലെ, നമുക്ക് ഉപകാരമില്ലാത്തതോ നമുക്ക് ആവശ്യമില്ലാത്തതോ ആയ കാര്യങ്ങളിൽ നമ്മൾ യാതൊരു താല്പര്യവും കാണിക്കാതെ മാറി നിൽക്കുന്ന ആ ഒരു അവസ്ഥ. ഇതൊക്കെയാണ് ഈ സ്റ്റോറിയിൽ മൊത്തം തന്നെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ദ സ്റ്റോറി ടീച്ചസ് ദ ടൈംലെസ് ലെസൺ ഓഫ് ഷോയിങ് കമ്പാഷൻ, കൈൻഡ്നസ് ആൻഡ് ഡിഗ്നിറ്റി ടുവേർഡ്സ് ദ വീക്ക് ആൻഡ് വൾനറബിൾ. ഈ സ്റ്റോറി അപ്പം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ദുർബലരായ ആൾക്കാരോട് നമ്മൾ കരുണയും ദയയും മാന്യതയും കാണിക്കണമെന്നുള്ള കാലാതീതമായ എക്കാലത്തും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പാഠമാണ് നമുക്ക് ഈ ഒരു ലെസൺ പഠിപ്പിച്ചു തരുന്നത്. However, Gabriel Marx' simple yet powerful storytelling leaves the ending open to interpretation. അപ്പോൾ ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെ വളരെ ലളിതവും ശക്തവുമായ ഈ ഒരു കഥ പറച്ചിൽ അല്ലേ, ഈ ഒരു കഥ എന്ത് ചെയ്യുന്നുണ്ട്? കഥയുടെ എൻഡിങ്ങിൽ റീഡേഴ്സിന് അവരുടേതായ ഒരു ഇൻ്റർപ്രിറ്റേഷന്, വ്യാഖ്യാനത്തിന് തുറന്നു കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഈ കഥ നമ്മുടെ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് അവസാനിപ്പിക്കുന്നത്. വാസ് ദ ഓൾഡ് മാൻ റിയലി ആൻ ഏഞ്ചൽ ഓർ ജസ്റ്റ് എ മിസ്റ്റീരിയസ് ക്രിയേച്ചർ? നമ്മളോട് തന്നെ ചോദിക്കുകയാണ് അല്ലേ, നമ്മൾ തന്നെ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട ഉത്തരമാണ്. നമ്മുടെ ആ ഒരു ഓൾഡ് മാൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു മാലാഖയാണോ, അതല്ല നിഗൂഢമായ എന്തോ ഒരു ജീവിയാണോ? അതിനുള്ള യാതൊരു ആൻസറും ആ ഒരു കഥയിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല. ദ സ്റ്റോറി ഡസ് നോട്ട് പ്രൊവൈഡ് ആൻ ആൻസർ, ഫോഴ്സിങ് റീഡേഴ്സ് ടു തിങ്ക് ഫോർ ദംസെൽസ്. അതായത് കഥയിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, റീഡേഴ്സ്, വായനക്കാർ തന്നെ അതിനൊരു ഉത്തരം കണ്ടെത്തുക എന്ന രീതിയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് ഈ കഥ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഒരു റൈറ്റപ്പ് നമുക്ക് എഴുതാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഇവിടെ എന്താണുള്ളത്? റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ആൻ ഏജ്ഡ് മദർ ആൻഡ് ഹെർ കെയർ ഗിവർ ഇൻ ആൻ ഓൾഡ് ഏജ് ഹോം. അപ്പോൾ ഇവിടെ ഒരു സംഭാഷണം തന്നിട്ടുണ്ട് അല്ലേ, ഒരു അമ്മയും അവരെ ആ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ശുശ്രൂഷിക്കുന്ന ഒരു കെയർ ഗിവറും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. സംഭാഷണം അതിനുശേഷം നമുക്ക് ആക്ടിവിറ്റി ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോകാം. This conversation highlights the emotional state of elderly individuals who may feel that there is nothing left in life. അപ്പോൾ ഈ ഒരു കോൺവെർസേഷനിൽ പ്രധാനമായിട്ടും പറയുന്നത് ആ ഒരു പ്രായമായ വ്യക്തിയുടെ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ആണ് അല്ലേ, ജീവിതത്തിൽ ഇനി നമുക്കൊന്നും ബാക്കിയില്ല എന്ന രീതിയിലുള്ള ആ ഒരു പ്രായമായ സ്ത്രീയുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ആണ് ഈ ഒരു കോൺവെർസേഷനിൽ കാണിക്കുന്നത്. ഇറ്റ് ഓൾസോ അണ്ടർസ്കോർ ദ റൈസിംഗ് നീഡ് ഫോർ empathetic caregiver. Prepare a short script for a skit to be performed in your class based on the above conversation. അപ്പോൾ ഈ ഒരു കോൺവെർസേഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്കിറ്റ് തയ്യാറാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു സ്കിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു സ്കിറ്റിൽ ആ ഒരു സ്റ്റേജിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിലുള്ള ആ ഒരു ആക്ടേഴ്സും പെർഫോം ചെയ്യുമ്പം എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അവരുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണ്, അതൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ആ സ്ക്രിപ്റ്റിൽ വളരെ വിശദമായിട്ട്. അതായത് ആ സ്ക്രിപ്റ്റ് നോക്കിയാൽ അതിൽ ആ ഒരു സ്കിറ്റിൽ അഭിനയിക്കേണ്ട ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു ഡയലോഗ് ഓൾറെഡി ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അഭിനയിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്കിറ്റ് എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല, നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് പോവുകയാണ്. ആദ്യം തന്നെ ഒരു സ്കിറ്റ് എഴുതുമ്പോൾ നമ്മൾ അതിലുള്ള സീൻസൊക്കെ എഴുതണം അല്ലേ. അപ്പോൾ സീൻ 1 എന്ന് എഴുതുക. എന്നിട്ട് എന്ത് പറയുക, വെൻ കർട്ടൻ റൈസ് എ സ്മോൾ റൂം വിത്ത് എ ബെഡ് ആൻഡ് എ ചെയർ ഇൻ ആൻ ഓൾഡ് ഏജ് ഹോം ഈസ് സീൻ. അപ്പോൾ നമ്മൾ അവിടെയുള്ള ആ ഒരു സീൻ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഒരു ഓൾഡ് ഏജ് ഹൗസാണ്, ഓൾഡ് ഏജ് ഹോമാണ്. അപ്പോൾ അവിടെയുള്ള കേർട്ടൻ ഉയരുമ്പോൾ തന്നെ ഒരു ചെറിയ റൂമും ഒരു ബെഡും ചെയറൊക്കെയാണ് കാണുന്നത്. മിസ് സുധ കൺസ്യൂം ലൈക്ക് ആൻ എൽഡർലി വുമൺ. അപ്പോൾ ആ ഒരു മിസ് സുധ എന്ന് പറയുന്ന സ്ത്രീയെ ഒരു കുറച്ച് പ്രായമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അവതരിപ്പിക്കേണ്ടത്. സിറ്റ്സ് ഓൺ ദ ബെഡ് നിയർ ദ വിൻഡോ ലുക്കിംഗ് ഔട്ട് സാഡ്ലി.
അവിടെ ആ ഒരു ബെഡിലിരിക്കുകയാണ്, പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവർ വളരെ സങ്കടത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ നമ്മൾ അഭിനയിക്കേണ്ട രീതിയൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ പറയണം അല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ അഭിനയിക്കേണ്ടതെന്ന് മനസ്സിലാവും. ഇതാണ് നമ്മൾ സ്ക്രിപ്റ്റ് പറയുന്നത്. ആ ഒരു സ്കിറ്റിൻ്റെ സ്ക്രിപ്റ്റാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ദെൻ അപ്പോൾ ആ ഒരു സമയത്തേക്ക് അവിടെ ആര് വരികയാണ്? ഋതു കൺസ്യൂംഡ് ലൈക്ക് എ യങ് വുമൺ. അപ്പോൾ ഋതു എന്ന് പറഞ്ഞാൽ ഒരു യങ് ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ് കടന്നു വരേണ്ടത്. എൻറ്റേഴ്സ് വിത്ത് എ ചിയർഫുൾ സ്മൈൽ ക്യാരിയിങ് എ ട്രേ വിത്ത് ടീ. അപ്പോൾ ഒരു ചായ കപ്പൊക്കെ ആയിട്ട് ട്രേയിലൊരു ടീ കപ്പൊക്കെ ആയിട്ട് ടീയൊക്കെ ആയിട്ട് കടന്നു വരികയാണ്. നല്ല ചിരിച്ച മുഖത്തോടു കൂടിയാണ് കടന്നു വരേണ്ടത്. അതിനുശേഷം അവർ തമ്മിലുള്ള സംഭാഷണമാണ്. ഋതു വളരെ സോഫ്റ്റ് ആയിട്ട് പറയാണ്, ഗുഡ് മോർണിംഗ് സുധ ആൻറ്റി, ഹൗ ആർ യു ടുഡേ? ഗുഡ് മോർണിംഗ്, ഇന്ന് എങ്ങനെയുണ്ട്? അപ്പോൾ സുധ സൈ ഹെവിലി, ഒരു ദീർഘ നിശ്വാസത്തോടു കൂടി എന്താണ് പറയുന്നത്? ജസ്റ്റ് അനദർ ഡേ ഡിയർ, അനദർ ഡേ വിതൗട്ട് മൈ ഫാമിലി. മറ്റൊരു ദിവസം, എൻ്റെ ഫാമിലി ഒന്നും കൂടെ ഇല്ലാത്ത മറ്റൊരു ദിവസം അതുപോലെ അങ്ങനെ കടന്നു പോകുന്നു എന്ന് വളരെ എന്താ പറയുന്നത്, ആ ഒരു ദീർഘനിശ്വാസമൊക്കെ പൊഴിച്ച് ആ ഒരു സങ്കടത്തോടു കൂടി ആര് പറയാണ്? സുധ പറയാണ്. അപ്പോൾ ഋതു എന്താ പറയുന്നത്? സിറ്റിംഗ് ഓൺ ദ ചെയർ ബിസൈഡ് ഹെർ, അവരുടെ അരികിലേക്ക് ആ ചെയറിൽ ഇരുന്നു കൊണ്ട്, ഐ ആം സോ സോറി ആൻറ്റി, ഐ നോ ഇറ്റ്സ് ഹാർഡ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? എനിക്കറിയാം ഇത് വളരെ ബുദ്ധിമുട്ടാണ്, കാരണം ഫാമിലി ഒന്നുമില്ലാതെ ഓൾഡ് ഏജ് ഹോമിലേക്ക് താമസിക്കേണ്ട കാര്യമൊക്കെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത്? കുഡ് യു ടെൽ മീ വാട്ട്സ് ഓൺ യുവർ മൈൻഡ്? നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ എന്താ ഉള്ളതെന്ന് നിങ്ങൾക്ക് പറയാമോ എന്നൊക്കെ ആര് ചോദിക്കുകയാണ്? ഋതു ചോദിക്കുകയാണ്. അപ്പോൾ സുധ ഹെസിറ്റൻ്റ്ലി ട്രംബ്ലിംഗ് വോയിസ്, യു നോ ദേ ബ്രോട്ട് മീ ഹിയർ ആൻഡ് ലെഫ്റ്റ്. I can't ever imagine my own children said they couldn't take care of me anymore. അപ്പോൾ അവർ വളരെ ധൃതിയിൽ ഇങ്ങനെ വിറയാർന്ന സൗണ്ടോട് കൂടി എന്താണ് പറയുന്നത്? യു നോ, നിനക്കറിയോ, ദേ ബ്രോട്ട് മീ ഹിയർ ആൻഡ് ലെഫ്റ്റ്, അവരെന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയി കളഞ്ഞു. ഐ കാൻ നെവർ ഇമാജിൻ, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. മൈ ഓൺ ചിൽഡ്രൻ സെഡ് ദേ കുഡിൻ ടേക്ക് കെയർ ഓഫ് മീ എനിമോർ. എൻ്റെ സ്വന്തം കുട്ടികൾ എന്നോട് പറഞ്ഞു അവർക്കിനി എന്നെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന്. വി വൈപ്സ് ടിയേഴ്സ്, അപ്പം ആ കണ്ണുനീര് തുടച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ ഋതു ജെന്റ്ലി ക്ലാസ്പിംഗ് സുധാസ് ഹാൻഡ്, അവരുടെ കൈകൾ പതുക്കെ അവരുടെ ഋതുവിൻ്റെ കയ്യിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറയാണ്, ആൻറ്റി ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. അപ്പം എനിക്ക് നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ ഫീലിംഗ് എനിക്ക് മനസ്സിലാവും. മിസ് സുധ റേസിംഗ് ഹെർ പിറ്റിഫുൾ വോയിസ് എ ലിറ്റിൽ, അണ്ടർസ്റ്റാൻഡ്? നോ, നോബഡി അണ്ടർസ്റ്റാൻഡ് മീ. അപ്പോൾ അവരുടെ ആ ഒരു ശബ്ദമൊക്കെ കുറച്ചൊന്ന് ഉയർത്തിയിട്ട് അവരെന്ത് പറയാം? അണ്ടർസ്റ്റാൻഡ്, നോബഡി അണ്ടർസ്റ്റാൻഡ് മീ. ഇല്ല, മനസ്സിലാവുന്നോ? ഇല്ല, ആർക്കും മനസ്സിലാവില്ല. അതായത് ആ ഒരു ഫീലിംഗ് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവും, അല്ലാതെ വെറും കണ്ടു നിൽക്കുന്നവർക്ക് മനസ്സിലാവില്ല എന്നുള്ള അർത്ഥത്തിൽ കുറച്ച് സൗണ്ടൊക്കെ ഉയർത്തിയിട്ട് ആര് പറയാണ്? സുധ പറയാണ്, ഐ സാക്രിഫൈസ്ഡ് മൈ ലൈഫ് ഫോർ മൈ ചിൽഡ്രൻ ആൻഡ് ലുക്ക് ദ ലെഫ്റ്റ് മീ ഹിയർ ടുഡേ ഓൾ അലോൺ. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ എന്ത് ചെയ്തു? എൻ്റെ മക്കൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു, ത്യാഗം ചെയ്തു. പക്ഷെ അവരിന്ന് എന്നെ ഇവിടെ കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. ഋതു gently patting on her hands, oh, I know you are suffering too much, auntie, but you have now a new family here. We are here to love and care you. അപ്പോൾ അവർ വളരെ ജെന്റ്ലി പാറ്റിംഗ് ഓൺ ഹെർ ഹാൻഡ്സ്, അവരുടെ കൈകളിൽ ഇങ്ങനെ ഒന്ന് മുട്ടിക്കൊണ്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് എന്താണ് പറയുന്നത്? ഐ നോ യു ആർ സഫറിങ് ടു മച്ച്, നിങ്ങൾ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ബട്ട് യു ഹാവ് നൗ എ ന്യൂ ഫാമിലി ഹിയർ, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ട്? ഒരു പുതിയ ഫാമിലി ഉണ്ട്. വി ആർ ഹിയർ ടു ലവ് ആൻഡ് കെയർ യു, നമ്മളൊക്കെ ഇവിടെയുണ്ട് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ സംരക്ഷിക്കാനും. അപ്പോൾ മിസ് സുധ എന്താണ് ചോദിക്കുന്നത്? മിസ് ഇൻഡിഫറൻ്റ്ലി, ഡു യു റിയലി കെയർ? വളരെ ഇങ്ങനെ ആ ഒരു അതിൽ നിന്നും ആ ഒരു എന്താണ് അപ്പോൾ സുധ എന്താണ് ചോദിക്കുന്നത്? ഇൻഡിഫറൻ്റ്ലി, ഡു യു കെയർ? നിങ്ങൾ എന്നെ കെയർ ചെയ്യുമോ? യു ആർ ജസ്റ്റ് ഡൂയിങ് യുവർ ജോബ് ആൻഡിയോ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ജോലി ചെയ്യല്ലേ, അങ്ങനെയല്ലേ, അല്ലാതെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നമ്മളോട് ഈ സ്നേഹം കാണിക്കുന്നതല്ലല്ലോ എന്നാണ് സുധ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എന്താ പറയുന്നത്? നോ ആൻറ്റി, വി ആർ ഹിയർ ടു ലവ് യു ആൻഡ് ടു ലിസൺ യുവർ സ്റ്റോറീസ് ആൻഡ് എക്സ്പീരിയൻസ്. നമ്മൾ ഇവിടെയുണ്ട് നിങ്ങളെ കെയർ ചെയ്യാനും നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനൊക്കെ നമ്മൾ ഇവിടെയുണ്ട്. യു വിൽ നെവർ ബി അലോൺ അഗെയിൻ നെവർ, നിങ്ങൾ ഒരിക്കലും ഇനി എന്താവില്ല, ഒറ്റപ്പെട്ടു പോകില്ല, നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സ്കിറ്റിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാം.
ഓക്കെ, ആ ഒരു സീനിൻ്റെ മാത്രം, ഈ ഒരു സീനിൻ്റെ മാത്രം ആ ഒരു സ്ക്രിപ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കൊക്കെ തന്ന് ആ ഒരു സ്കിറ്റിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പറയുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക. കർട്ടൻ റൈസ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റേജിൽ വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു കഥാപാത്രങ്ങൾ അഭിനയിക്കേണ്ട രീതി എന്തൊക്കെയാണ്, അതൊക്കെ നിങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി നമ്മളിതിലെ ലാസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ്. എന്താ സംഭവം? ലുക്ക് അറ്റ് ദ പെയിൻറ്റിങ് കെയർഫുള്ളി. ഈ ഒരു പെയിൻറ്റിങ് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കുക. നമുക്കിതിൽ ഒരു ലേഡിയെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവർ ഉറക്കെ നിലവിളിക്കുന്നതായിട്ട്, ദ സ്ക്രീം എന്ന് തന്നെയാണ് അതിൻ്റെ പേരും അല്ലെ. ഉറക്കം നിലവിളിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആകും. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? അപ്പോൾ ഈ പിക്ചറിൽ നമ്മൾ എന്താ കാണുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? എ സ്കയേർഡ് പേഴ്സൺ ഈസ് സ്ക്രീമിംഗ് ഓൺ എ ബ്രിഡ്ജ് വിത്ത് എ കളർഫുൾ സ്വെയിലിംഗ് സ്കൈ ബിഹൈൻഡ്. ഭയത്തോടു കൂടി ഉറക്കം ആ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് നിലവിളിക്കുന്ന ഒരു സ്ത്രീയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവരുടെ പിറകിൽ കളർഫുൾ ആയിട്ടുള്ള സോളിംഗ് സ്കൈ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ദർ ആർ ഓൾസോ 2 other ഹ്യൂമൻ ഫിഗേഴ്സ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ 2 ഹ്യൂമൻ ഫിഗേഴ്സും കൂടെ കാണുന്നുണ്ട്. സ്റ്റാൻഡിങ് അറ്റ് എ ലിറ്റിൽ ഡിസ്റ്റൻസ്. ഈ ഒരു സ്ത്രീയുമായിട്ട് കുറച്ച് ദൂരെയാണ് ആ ഒരു 2 ഫിഗർ നമ്മൾ കാണുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലേ. വാട്ട് ഡു യു ഫീൽ വെൻ യു ലുക്ക് അറ്റ് ദിസ് പെയിൻറ്റിങ്? ആ പെയിൻറ്റിങ് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഇതിനു മുമ്പുള്ള ആ ഒരു കോൺവെർസേഷനൊക്കെ ഒറ്റപ്പെട്ടു പോയ ആ ഒരു സ്ത്രീയുടേത് തന്നെയാണ്. ഇവിടെയും നമുക്ക് ആ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദനയായിരിക്കാം ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഐ ഫീൽ സാഡ്നെസ് ആൻഡ് ലോൺലിനെസ്. ആ ഒരു പിക്ചറിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു സാഡ്നെസ്സും ലോൺലിനെസ്സും ആണെന്ന് നമുക്ക് പറയാം. അതിന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഈസ് ദ സ്ക്രീം കോസ്ഡ് ബൈ ഫിയർ, ആൻസൈറ്റി ഓർ ഡെസ്പെയർ? വാട്ട് ഡു യു തിങ്ക്? കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നിന്നൊക്കെ തന്നെ നമ്മൾ ആ ഒരു സെക്കൻഡ് ആൻസറിലുള്ള ആ ഒരു അനുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അവർ നിലവിളിക്കുന്നത് ഭയം കൊണ്ടാണോ, ഉത്കണ്ഠ കൊണ്ടാണോ, നിരാശ കൊണ്ടാണോ, എന്തുകൊണ്ടായിരിക്കാം അവർ നിലവിളിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ആൻസൈറ്റി. എവറിത്തിങ് ഫീൽസ് ടു ഓവർവെൽമിങ്. അവരുടെ ആ ഒരു ആൻസൈറ്റി, മുന്നോട്ടുള്ള ആ ഒരു ജീവിതം, അല്ലെങ്കിൽ ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഇനി എന്ത് എന്നുള്ള ആ ഒരു ആൻസൈറ്റി ആയിരിക്കാം അവരെ ഈ നിലവിളിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ഇഫ് ദ സബ്ജക്റ്റ് ഓഫ് ദ പെയിൻറ്റിംഗ് വെയർ ടു സ്പീക്ക്, വാട്ട് വുഡ് ഹി ഓർ ഷീ സേ? ആ ഒരു സബ്ജക്റ്റിന് അല്ലെ, ആ ഒരു പെയിൻറ്റിങ്ങിന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ എന്തായിരിക്കാം അത് വിളിച്ച് പറയുന്നത്? അതായത് ആ പിക്ചർ പറയുന്നത് പോലെയുള്ള ഒരു ഡയലോഗാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പം നമുക്ക് എഴുതാം: ഹെൽപ്പ്, ഐ കാൺ ടേക്ക് ഇറ്റ് എനി മോർ. വൈ ഇസ് ദ വേൾഡ് അറൗണ്ട് മീ സോ സെൽഫിഷ്? നോബഡി കെയർസ് ഫോർ മീ ഓർ കംസ് ഫോർവേഡ് ടു ഹെൽപ്പ്. അല്ലേ, എന്തുകൊണ്ടാണ് നമ്മുടെ ലോകത്തിൽ എല്ലാവരും ഇങ്ങനെ സെൽഫിഷായി പോയത്? എന്നെ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടാകുന്നില്ല, ആരും മുന്നോട്ടേക്ക് വരുന്നില്ല എന്നൊക്കെ ആ ഒരു രീതിയിലായിരിക്കാം ആ പിക്ചർ പറയുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ വീഡിയോ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക മക്കളെ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് ആൾക്കാർ കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് യാതൊന്നും തന്നെ അതിൽ നഷ്ടപ്പെടാനില്ല. ഈ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്ന നമ്മൾക്കാണെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ വളരെ വിലപ്പെട്ടതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും നിങ്ങൾ അറിയിക്കുക. ഉടനെ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റുള്ള സെക്കൻഡ് ലെസൺ അപ്ലോഡ് ചെയ്യാം. ഓക്കെ ദെൻ, താങ്ക് യു.